ഗായത്രി, അങ്ങേറ്റം വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ മുതൽ നമ്മൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട യുവതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു. അവരുടെ മാനസികാവസ്ഥയും കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എന്താണ് ഇത് സംബന്ധിച്ച ഇപ്പോൾ പോലീസ് പറയുന്ന കാര്യം? ഷമി, കുറച്ച് മുമ്പ് സിറ്റി പോലീസ് കമ്മീഷണർ, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ പറഞ്ഞ കാര്യം ഈ സൂചിപ്പിച്ചതുപോലെ യുവതിയുടെ ആരോഗ്യനില കണക്കിലെടുത്തായിരിക്കും ഈ ചോദ്യം ചെയ്യലുകൾ കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതാണ്. യുവതിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം, യുവതിയുടെ ഫിറ്റ്നസ് സംബന്ധിച്ച, ആരോഗ്യനില സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷമായിരിക്കും കസ്റ്റഡിയിലേക്ക് എടുക്കുകയും തുടർ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവുക എന്നുള്ളതും ഇപ്പോൾ കമ്മീഷണർ വ്യക്തമാക്കിയതാണ്. ഈ യുവതിയുടെ തുടർ ചോദ്യം ചെയ്യലിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനുള്ളത്. കാരണം ഇന്നലെ രാവിലെ 5 മണിയോടുകൂടിയാണ് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ ഒരു പ്രസവം നടക്കുന്നതിന് ശേഷം 8:30 ഈ ഒരു കൃത്യങ്ങളെല്ലാം അരങ്ങേറുന്നു. 8:30 ഈ ഒരു വാർത്തയാകുന്നതും ഇത്തരത്തിൽ ഒരു നവജാത ശിശുവിൻ്റെ മൃതശരീരം പാഴ്സലിൽ പൊതിഞ്ഞ നിലയിൽ നടുറോട്ടിൽ കണ്ടെത്തുന്നതുമൊക്കെ ഒരു ഉച്ചയ്ക്ക് 1 മണിക്കുള്ളിൽ തന്നെ ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ളത്, ഇല്ലെങ്കിൽ ആരാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്തത് എന്നതിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോലീസിന് സാധിച്ചിരുന്നു. എന്നാൽ ആ ഒരു യുവതിയെ, 23 വയസ്സുള്ള യുവതിയെ ഈ ഒരു കുറ്റവാളിയായി കണ്ടെത്തുമ്പോൾ ആകെ പരിഭ്രാന്തയായ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. അതിനാൽ തന്നെ അന്ന് ചോദ്യം ചെയ്യലുകൾ ഇനി മുൻപോട്ട് വരുന്ന സാഹചര്യത്തിൽ, ഇന്നലെ ചോദ്യം ചെയ്യുമ്പോൾ ആ പരിഭ്രാന്തയായ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ, പിടിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിന്ന് ലഭ്യമായ മൊഴികളാണ് ഇന്നലൊക്കെയും പുറത്തു വന്നത്. അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ യുവതിയുടെ മൊഴിയിൽ നിന്ന് പുറത്തു വരുന്നു. ഒപ്പം തന്നെ പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും യുവാവിനെ ചോദ്യം ചെയ്തിരിക്കുന്നു. യുവാവിൻ്റെ മൊഴിയിൽ പറയുന്ന മറ്റു കാര്യങ്ങളാണ്. അതിനാൽ തന്നെ ഈ ഒരു പരസ്പര വൈരുദ്ധ്യമായ മൊഴികൾ നിലനിൽക്കെ യുവതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൃത്യമായ ചോദ്യം ചെയ്യലിൽ നിന്നാണ് എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തത വരികയുള്ളൂ. ഈ യുവാവിനെ ഇന്നലെ പോലീസ് തൃശ്ശൂർ സ്വദേശിയായ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഡാൻസറായ യുവാവിനെ പോലീസ് ചോദ്യം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വിവരം. അതിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ യുവതിയുടെ സുഹൃത്തായിരുന്നു ഈ പറയുന്ന യുവാവ്. ഇവർ തമ്മിൽ ഒരു 2 മാസം മുൻപ്, അതായത് 8 മാസത്തിന് ശേഷം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു 8 മാസത്തിൽ ഇവർ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു. ഒരു ഫോൺ കോൾ പോലും ഇല്ലാത്ത രീതിയിൽ ഇവർ തമ്മിൽ തെറ്റിപ്പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള 2 മാസക്കാലമാണ് കഴിഞ്ഞു പോയത്. അതിനിടയിലാണ് ഇന്നലെ 10ാം മാസം പ്രസവം സംഭവിക്കുന്നത്. അപ്പോൾ ഈ 2 മാസ കാലയളവിൽ യുവാവുമായിട്ട് യുവതിക്ക് ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. അതിന് ലഭ്യമാകുന്ന മൊഴികളും ഇന്നലെ വൈകിട്ട് പോലീസിനെ സംബന്ധിച്ച് യുവതി നൽകിയ മൊഴികളും ഒക്കെ അനുസരിച്ച് ആസൂത്രിതമായി നടപ്പിലാക്കിയ ഒരു കൊലപാതകം എന്ന് തന്നെ ഈ ഒരു കേസിനെ പറയേണ്ടി വരും. കാരണം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നൊക്കെ യുവതി മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. അതനുസരിച്ച് കുഞ്ഞ് ജനിച്ചവരനെ കരയാതിരിക്കാൻ, അല്ലെങ്കിൽ കരയുന്ന ശബ്ദം പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി വാ പൊത്തിപ്പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വാ പൊത്തിപ്പിടിക്കുന്നു, കുട്ടിയുടെ നെഞ്ചിൽ സമ്മർദ്ദം ചെലുത്തുന്നു. അത്തരം കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വരുന്നു. ശബ്ദം പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി വാ പൊത്തിപ്പിടിക്കുന്നു, നെഞ്ചിലടക്കം സമ്മർദ്ദം ചെലുത്തുന്നു, കഴുത്തിൽ തുണി ചുറ്റുന്നു. ഈ ഒരു കാരണം, ഈ ഇത്തരത്തിലുണ്ടായ സമ്മർദ്ദമാണ് മരണകാരണം എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ കുഞ്ഞിനെ താഴേക്ക് എറിയുന്നത് വഴി ഉണ്ടായ തലയോട്ട് തകർന്നടക്കമുള്ള തലയോട്ടിയും താടിയലും ഒക്കെ തകരുന്ന ഒരു സാഹചര്യവും കുഞ്ഞിൻ്റെ മൃതശരീരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കേസ് വരുമ്പോൾ കൊലപാതകം ഉൾപ്പെടെ മൃതശരീരം വികൃതമാക്കൽ, മൃതശരീരത്തോടെ അനാദരവ് അടക്കമുള്ള കേസുകൾ ഈ യുവതിക്കെതിരെ ഉണ്ടാകും. ഒപ്പം തന്നെ മറ്റൊരു കേസായിരിക്കും ഈ യുവാവുമായി ബന്ധപ്പെട്ട പങ്ക്, യുവാവിൻ്റെ പങ്ക് അന്വേഷിക്കുക. അതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നതിനുശേഷം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാം എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ യുവാവിന് ഈ കൃത്യത്തിൽ പങ്കുണ്ടായിരുന്നു. നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കൊലപാതകത്തെക്കുറിച്ച് യുവതി എന്താണ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്, ആസൂത്രണം ചെയ്തിരുന്നത് എന്നതിനെക്കുറിച്ച് യുവാവിന് പങ്കില്ല എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത്. എന്നാൽ കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുള്ളത്. കാരണം യുവതി പറയുന്ന കാര്യങ്ങളും യുവാവിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളും അനുസരിച്ച് വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നു. ഇതിന് കൃത്യമായ ഉത്തരം ലഭിക്കേണ്ടതുണ്ടെങ്കിൽ വൈദ്യസഹായത്തിൽ നിന്ന് മാനസികമായും ശാരീരികമായും വൈദ്യസഹായം ലഭിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് എന്തായാലും യുവതി നിലവിലുള്ളത്. അതിൽ നിന്ന് മുക്തമായി കസ്റ്റഡിയിലെത്തി ചോദ്യം ചെയ്യുമ്പോഴാണ് എന്താണ് സംഭവിച്ചത്, വേറെ ആർക്കെങ്കിലും ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടത് യുവതിയെ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യലിൽ നിന്നാണ്. എന്തായാലും ആ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യലുണ്ടാവുക ഈ യുവതിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതിന് ശേഷം അതിനുശേഷം ഡോക്ടറുടെ കസ്റ്റഡിയിൽ നിന്ന് ശരിക്കുള്ള പോലീസ് കസ്റ്റഡിയിലേക്ക് എത്തി ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ഈ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരാൻ പോകുന്നത്.